ഇപ്പോൾ നമ്മുടെ ഫ്രീ ഫയർ കമ്മ്യൂണിനകത്ത് മുഖ്യ പ്ലേയേഴ്സിന് അറിയാം. ഇപ്പോൾ സൈപ്പിൻ്റെ ഇഷ്യൂ രജിസ്റ്ററിൻ്റെ ഇഷ്യൂ ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ എന്താണ് സംഭവം കാര്യങ്ങളൊക്കെ അതറിയാത്ത കുറച്ച് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി ജസ്റ്റാണ്. അപ്പോൾ ചാനൽ ആദ്യം കണ്ടാലും ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ റോഡ് ടു 10K മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ അടിച്ച് കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ത്യയൊക്കെ ഫ്രീ ഫയറിൽ കയറ്റാൻ പറ്റുമായിരിക്കും, മറ്റേ തല കാണിക്കാതെ മറ്റേ ഒളിച്ചിരുന്നുള്ള കളിച്ച്. പക്ഷെ നിനക്ക് BGMA വന്ന് കയറ്റാൻ പറ്റുമോ? ഏതെങ്കിലും ഇതുപോലെ സംഭവം ഒളിച്ചിരുന്ന് കയറ്റാൻ പറ്റും? കൊച്ചുപിള്ളാരുടെ മുന്നിൽ 16 മില്യൺ വ്യൂസ് ഒരു വീഡിയോയ്ക്ക് 3 വർഷം മുമ്പ് ഇട്ടതിന് ചാനൽ ഉണ്ടാക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ചാനൽ ഉണ്ടാക്കണം. കഴിവ് അവൻ ഉണ്ടായിരിക്കും, എന്നെക്കാളും കൂടുതലൊക്കെ കഴിവായിരിക്കും. പക്ഷെ ഉണ്ടല്ലോ മുതേ അവന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഒന്നാമത്തെ കാര്യം ഞാനൊരു കാര്യം പറയാം. ഫ്രീ ഫയർ ഞാൻ ഇപ്പോഴും പറയണേ, ഫ്രീ ഫയർ കളിക്കുന്ന ആൾക്കാരിൽ കൊച്ചു പിള്ളേരാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഗൈസ് ഞാൻ മെയിനായിട്ട് പറയാൻ ആദ്യം വരുന്നത്, നമ്മളിപ്പോൾ രജിസ്റ്ററിന് ഭാഗത്തുനിന്നോ അതുപോലെ ഈ സൈപ്പിൻ്റെ അടുത്ത ഭാഗത്തുനിന്നോ ആയിരിക്കില്ല പറയുന്നത്. നമ്മൾ നമ്മുടേതായിട്ടുള്ള നിലപാടായിരിക്കും പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഫ്രീ ഫയർ ഫാൻസ് ആയാലും ശരി, BGMA ഫാൻസ് ആയാലും ശരി, ജസ്റ്റ് ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ സൈപ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ രജിസ്റ്റർ എവിടെയും മുഖം കാണിക്കാണ് ജസ്റ്റ് ഈ ഒരു വീഡിയോ കൊണ്ട് റീച്ച് ചെയ്തതാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തുടങ്ങിയതോടെ തന്നെ ഇത്രയും സബും മില്യണൊന്നും ഉണ്ടായിരുന്നതല്ല. ഓക്കെ, ഫസ്റ്റത്തോളം എല്ലാം ആർക്കും രജിസ്റ്ററിനെ അറിയുന്നവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ 5-6 വർഷങ്ങൾക്ക് മുമ്പ് 6 വർഷം മുമ്പേ കളിക്കാൻ തുടങ്ങിയ പ്ലെയറാണ് രജിസ്റ്റർ. അതിന് തൊട്ട് നല്ല രീതിക്ക് ഹാക്കർ എന്ന് വിചാരിച്ച് നല്ല രീതിക്ക് ഹെയ്റ്റൊക്കെ കിട്ടിയ ആ ഒരു പുള്ളിക്കാരനാണ് രജിസ്റ്റർ. ഓക്കെ, അതുപോലെ തന്നെ വോയിസ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഗെയിം പ്ലേയിലൂടെ മാത്രം, അത് സ്വന്തമായിട്ടുള്ള സ്കില്ല് ഇട്ടുകൊണ്ടാണ് രജിസ്റ്റർ ഇതായത്. അതുപോലെ രജിസ്റ്ററിനെ ഗ്യാൻസുജിനാണ് യൂസ് ചെയ്തത്. ഓക്കെ, ഗ്യാൻസുജിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. മോസ്റ്റ്ലി രജിസ്റ്റർ വേഴ്സസ് നിന്ന് മാത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാൻ ഉപയോഗിച്ചുകൊണ്ടാണ് രജിസ്റ്റർ ഇത്രയും മില്യണൊക്കെ അടിച്ചതെന്ന് കുറേ സൈബിൻ്റെ ഫാൻസ് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അത് മാത്രമല്ല രജിസ്റ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഗെയിം പ്ലേ വീഡിയോ ആയി ഇടുന്നുണ്ട്. ഇപ്പോൾ ഗ്ലോബലി ആയാലും ഇന്ത്യ, കേരളം, മലയാളി സൈഡാണെങ്കിലും ആർക്ക് വേണമെങ്കിലും വാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സായിപ്പിൻ്റെ കാര്യം പറഞ്ഞു വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ സായിപ്പ് ഇടുന്നത് മലയാളത്തിൽ മാത്രമേ വീഡിയോസ് ഇടണം. അപ്പോൾ അത് മലയാളത്തിൽ മനസ്സിലാവുന്ന കൊണ്ടെന്ന് പറയുന്നത് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ മലയാളി തന്നെ ആയാലും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, അല്ലാണ്ട് ഹിന്ദിക്കാർക്കൊന്നും മനസ്സിലാകത്തില്ലല്ലോ. അപ്പോൾ സായിപ്പിൻ്റെ ഫാൻസ് എന്ന് പറയുന്നത് എന്തായാലും മലയാളീസാണ്. അതുകൊണ്ട് സായിപ്പിന് അത്ര ഇത് കിട്ടിയിട്ടില്ല, റീച്ച് ചെയ്തിട്ടില്ല എന്നല്ല. BGMA ഫാൻസിനുള്ള എല്ലാ മലയാളിക്കും അറിയുമായിരിക്കും സായിപ്പ് പോപ്പി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയാത്തതായിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ഫ്രീ ഫയറിനകത്ത് ആരോട് ചോദിച്ചാലും, കളിക്കുന്ന ഏത് പ്ലെയറിനാണെന്ന് ചോദിച്ചാലും അറിയുന്നതാണെങ്കിൽ പുതിയ പ്ലെയറിനായാലും പഴയ പ്ലെയറിനായാലും. അപ്പോൾ നമുക്ക് ആരുടെയും സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് വെച്ചുകൊണ്ട് നമുക്ക് ആരെയും നിലവാരം ഇങ്ങനെ തൂക്കി അളക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, ആ ഒരു സംഭവം. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സായിപ്പ് ഇപ്പോൾ ഫ്രീ ഫയറിനകത്ത് വന്ന് കളിച്ചാലും അധികം കളിക്കാൻ കിട്ടത്തില്ല. അതുപോലെ രജിസ്റ്റർ ഇപ്പോൾ പോയി PUBG കളിച്ചാലും അധികം കളിക്കാൻ കിട്ടത്തില്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഫയർ പ്ലേയേഴ്സിന് മിക്കതും എന്താണ് PUBG കളിക്കുകയാണെങ്കിൽ കളിക്കാൻ കിട്ടും. അതുപോലെ PUBG പ്ലേയേഴ്സ് ഫ്രീ ഫയറിനകത്ത് വന്നു കഴിഞ്ഞാൽ അത്ര കളിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു നെയ്ക്ക് അങ്ങനെയാണ്. ഇപ്പോൾ ജസ്റ്റ് രണ്ടും കളിക്കുന്ന പ്ലേയേഴ്സ് എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അത് കുറച്ച് റീകോയിൽ കൺട്രോൾ ഹെഡ് ഷോട്ടൊക്കെയാണ് ഫ്രീ ഫയറിനകത്ത് മെയിനായിട്ട്. അതിനകത്ത് ജസ്റ്റ് കിടക്കലോ കൂടുതലൊക്കെയാണ്. ഓക്കെ, കുറ്റപ്പെടുത്തുന്നു അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ഒരു ഫാക്റ്റ് പറയുന്നതെന്ന് ജസ്റ്റ് അങ്ങനെ തന്നെ ഉള്ളൂ. പിന്നെ രജിസ്റ്റർ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്ത കാര്യം, ഓക്കെ, അത് ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ രജിസ്റ്ററിൻ്റെ കാര്യത്തിൽ നമ്മൾ യോജിക്കാത്തത്. ഓക്കെ, ബെറ്റിംഗ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യണത് അതൊരു തെറ്റ് തന്നെയാണ്. ഓക്കെ, അതിപ്പോൾ തെറ്റല്ലെന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല. ഓക്കെ, രജിസ്റ്റർ 3 മില്യൺ ഫോളോവേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് കുഞ്ഞു പിള്ളേരാണെങ്കിൽ കൂടി ജസ്റ്റ് അത് ബാധിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു കാര്യത്തിൽ മാത്രം അതൊരു ഫാക്റ്റാണ്. രജിസ്റ്റർ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തു. ഇപ്പോൾ ഏതൊരാൾ പ്രൊമോട്ട് ചെയ്താലും അതൊരു തെറ്റാണ്. ഓക്കെ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ആരെയും കുയിലോട്ട് കൊണ്ടുപോയി ചട്ടിക്കാൻ പാടില്ലല്ലോ. ഓക്കെ, അങ്ങനെ ഒരു രീതിക്ക് മാത്രം. ബെറ്റിംഗ് ആപ്പിലൂടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മാസം നിങ്ങൾക്ക് ലക്ഷങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ഓരോ ആപ്പ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് സ്റ്റോറി ഇട്ടവരടക്കം. ഓക്കെ, ആ ഒരു കാര്യത്തിൽ രജിസ്റ്റർ ചെയ്തത് തെറ്റാണ്. പിന്നെ സായിപ്പ് അതുപോലെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു, സാംസങ് പ്രൊമോട്ട് ചെയ്തെന്നൊക്കെ കാര്യം. അപ്പോൾ അതൊക്കെ
ഈക്വലി ഒക്കെയാണ് കാര്യങ്ങളൊക്കെ. പിന്നീട് പറയണത് ഗണ്ണിനെ കുറിച്ച്. ഗണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രീ ഫയറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പൈസ പൊട്ടിക്കണം, ഗണ്ണ് കാര്യങ്ങളൊക്കെ ആട്രിബ്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പബ്ജിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്കിന്ന് അതാണെങ്കിൽ കൂടി അത് ജസ്റ്റ് വെറുതെ കറക്കി എടുക്കാൻ കുറേ എണ്ണങ്ങളുണ്ട്. അതുപോലെ യൂസിയൊക്കെ പൊട്ടിക്കുന്നുണ്ട്, ഫ്രീ ഫയറിനകത്ത് ഡയമണ്ട് പൊട്ടിക്കുന്ന പോലെ. ഏതിനകത്തായാലും പൈസയ്ക്ക് പൈസ തന്നെ വേണം. ഓക്കെ, ഫ്രീ ഫയറിനകത്താണെങ്കിൽ ഇതിനകത്തായാലും ഫ്രീ ഫയർ കളിക്കുന്ന മിക്ക പ്ലേയേഴ്സും അത്ര FPS ഇല്ലാത്ത കൊറോണ സമയത്ത് മിക്ക ഫോൺ കാര്യങ്ങളൊക്കെ കിട്ടിയ പ്ലേയേഴ്സ് ആയിരിക്കും, പബ്ജി കളിക്കാൻ പറ്റാത്ത പ്ലേയേഴ്സ് ആയിരിക്കും ഇപ്പോൾ ഫ്രീ ഫയറിലോട്ട് വന്നത്. ഇപ്പോൾ അവർക്കൊക്കെ ആണെങ്കിലും കൂടി ഇപ്പോൾ നല്ല FPS നല്ല ഫോണുള്ളവർ തന്നെ ആയിരിക്കും അപ്പോൾ ഇപ്പോഴും നല്ല രീതിക്ക് സപ്പോർട്ടും ഇതൊക്കെ കിട്ടത്തുള്ളൂ. ഇപ്പോൾ നല്ല ക്വാളിറ്റിയിൽ സ്ട്രീം ചെയ്യുന്ന ആളുടെ സ്ട്രീമായിരിക്കും മോസ്റ്റ്ലി എല്ലാവരും വാച്ച് ചെയ്യും. ഇപ്പോൾ നമ്മളെ പോലത്തെ സ്ട്രീമൊന്നും ആരും വാച്ച് ചെയ്യത്തില്ല. നമ്മൾ മൊബൈലിനകത്ത് സ്ട്രീം ചെയ്താൽ കൂടി ഒരുത്തൻ്റെയും സപ്പോർട്ട് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അത് നമ്മൾ മെയിനായിട്ട്. അതുപോലെ തന്നെയാണ് ഗണ്ണിൻ്റെ കാര്യം. ഇപ്പോൾ ഏതൊരു ഗെയിം ആണെങ്കിൽ ശരി, നല്ലൊരു പവറിൽ ഇതുണ്ടെങ്കിൽ തന്നെ ആളുടെ സപ്പോർട്ടും നമ്മളെ ഇത്തിരി മൈൻഡൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് അതിൻ്റേതായ ഒരു നെയ്ക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതൊക്കെ തന്നെ ഉള്ളൂ നമുക്ക് മെയിനായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്നു. അടുത്ത വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. ബൈ ബൈ. ഓക്കെ.